ജയസൂര്യയുടെ കരിയറിലെ വഴിത്തിരിവായിട്ട് മാറാൻ സാധ്യതയുള്ള ചിത്രങ്ങളൊന്നാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ. ഏകദേശം 4 വർഷത്തോളമായിട്ട് ജയസൂര്യ ഈ ഒരു ഒറ്റ സിനിമയ്ക്കായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഹൈലൈറ്റ്. അതിനായിട്ട് താരം ഏകദേശം 11ഓളം ചിത്രങ്ങൾ റിജക്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 7 ചിത്രങ്ങൾ റിജക്ട് ചെയ്ത ലിസ്റ്റ് അടക്കം ഇപ്പോഴത്തെ പുറത്തു വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കത്തനാർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന യഥാർത്ഥ സ്റ്റോറി ആസ്പദമാക്കി ഹോം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം റോജിൻ തോമസ് അണിയിച്ചെടുക്കുന്ന ചിത്രമാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഏകദേശം 75 മുതൽ 100 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രത്തിൽ അനുഷ്ക ഷെട്ടി, പ്രഭുദേവ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ നിരവധി താരങ്ങൾ എത്തുമ്പോൾ ഇപ്പോൾ കത്തനാർ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ജയസൂര്യ ഡ്രോപ്പ് ചെയ്ത മൂവീസ് നോക്കാം. തമിഴില് ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ വെങ്കട് പ്രഭു അണിയിച്ചൊരുക്കിയ കസ്റ്റഡി എന്ന് പറയുന്ന സിനിമയിൽ അരവിന്ദ് സ്വാമിയുടെ റോള് ജയസൂര്യക്കായിട്ട് എഴുതിയതായിരുന്നു. എന്നാൽ സിനിമ അദ്ദേഹം ഡ്രോപ്പ് ചെയ്തത് നന്നായി എന്ന് തോന്നി. കാരണം കസ്റ്റഡി വമ്പൻ പരാജയമായിരുന്നു. അതോടൊപ്പം തന്നെ ഒറ്റ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ ആസിഫ് അലിയുടെ റോളും അതോടൊപ്പം തന്നെ ഒരുപാട് നിരൂപ പ്രശംസ അവാർഡുകളും സ്വന്തമാക്കിയ ആട്ടം എന്ന് പറയുന്ന സിനിമയിലെ വിനയ് ഫോർട്ടിന്റെ റോളും അതോടൊപ്പം അന്വേഷണം കണ്ടെത്തു എന്ന് പറയുന്ന സിനിമയിലെ ടൊവിനോ തോമസിന്റെ പോലീസ് കഥാപാത്രവും തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ആസിഫ് അലിയുടെ റോളും ജയ് ഗണേഷിന്റെ ഉണ്ണിമുന്തന്റെ റോളും ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കുഞ്ചാക്കോവിന്റെ റോളും ആദ്യം എത്തിയത് ജയസൂര്യയിലോട്ട് തന്നെയായിരുന്നു. എന്നാൽ ജയസൂര്യയുടെ ഡേറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പിന്നീട് ചിത്രം മറ്റുള്ള നടന്മാരിലോട്ട് എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ജയസൂര്യക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം ഓഫീസർ ഓൺ ഡ്യൂട്ടി അതോടൊപ്പം തലവൻ, ജയ് ഗണേഷ് തുടങ്ങിയ സിനിമകൾ തന്നെയാണ്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ താരം ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കത്തനാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ച സമയം ഒരുപാട് വിലപിടിപ്പുള്ളതായിരിക്കും. എന്തൊക്കെയാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ 2026 തിയേറ്ററോടെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ക്യാൻവാസിലാണ് ചിത്രം ഒരുക്കുന്നത്. പൂർണ്ണമായിട്ടും 3Dയിലാണ് കത്തനാർ അണിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മലയാള സിനിമാ ലോകം ഇത്രയധികം കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടി വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറും, അല്ലെങ്കിൽ 4 വർഷത്തെ ജയസൂര്യയുടെ കഠിനാധ്വാനത്തിലുള്ള ഫലം സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അപ്പോൾ ജയസൂര്യ നായകനായിട്ട് എത്തുന്ന കത്തനാർ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.